യഥാസമയം തരാത്തവരോട് നമ്മൾ ചോദിച്ചു പഠിക്കണം. അവിടെയാണ് നമ്മൾ ഈ കൂട്ടായ്മകളും ഈ പാടശേഖര സമിതികളുടെ സംഘടനകളൊക്കെ നിൽക്കേണ്ടത്. അത് രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഇനിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പല ആനുകൂല്യവും നമുക്ക് നേരത്തെ ലഭിക്കുന്നുണ്ട്. യോഗ നടപടികൾ 2 മണിക്ക് ആരംഭിച്ചു. യോഗത്തിലാകെ 60 പേർ പങ്കെടുത്തു. 2021 മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത പോലെ ഈ കഴിഞ്ഞ നമ്മുടെ ഉള്ളുകൊടകിൻ്റെ പ്രവർത്തന വർഷത്തിൽ 7 കർഷകരാണ് മരണമടഞ്ഞത്. ചില വർഷങ്ങളിൽ ഒരാളോ 2 എന്നൊക്കെ പതിവുള്ളത്. ഇത് പതിവില്ലാത്ത പോലെ 7 കർഷകർ മരണമടഞ്ഞു. അതിൻ്റെ അനുസരിച്ച് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സംഘം പ്രസിഡന്റ് ശ്രീ ഹരിലാൽ, നമ്മുടെ പാടശേഖര സമിതിയുടെ കൺവീനർ ശ്രീ മോഹൻദാസ്, അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചർച്ചയെ കുറിച്ചുള്ള സംസാരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നിട്ടാണ്. ഞാൻ പുള്ളി ടൂറിസ്റ്റുകാരാണ്. അപ്പോൾ ഞാൻ പുല്ലേരി പാടത്ത് തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് പുല്ലേരി പാടത്ത് ഒരു മാതൃകാപരമായിട്ട് നല്ലൊരു സമ്മേളനമുണ്ട്. അവിടെ കൃഷി തുടങ്ങിയുമ്പോൾ തന്നെ അവിടെ ഗോപിനാട് പൂക്കൾ ഇടുന്നുണ്ട്, പച്ചക്കറി ഇടുന്നുണ്ട്. ഇതുകൊണ്ട് വലിയ ലാഭം നമുക്കില്ല, പക്ഷെ നിറയെ ആളുകൾ വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാവരും സഹകരിച്ചിട്ട് ഒരു പരീക്ഷണത്തിൽ കുറച്ച് പൂക്കൾ പച്ചക്കറികൾ നമ്മളെ പരിസരത്ത് വരും. അപ്പോൾ നിറയെ ആളുകൾ വരും. അപ്പോൾ എല്ലാവരും എത്രയോ ജനങ്ങളോട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു പാടശേഖര വീടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം കൊല്ലങ്കോട് തന്നെ എല്ലാവർക്കും പോകണം. കൊല്ലങ്കോട് ഗ്രാമം എങ്ങനെയാണോ അതുപോലെ പുള്ളി ഗ്രാമമാക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷം ഈ കമ്മിറ്റിയിൽ ജോയിൻ കൺവീനറായിരുന്നു. ഇപ്പോൾ സാർ കൺവീനറായിരുന്നു. ഞാൻ നിർത്തി പോയത് തിരക്കൊണ്ട് നിർത്തി പോയത്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഷാജി കമ്മിറ്റിയാണ്, ഞാൻ കമ്മിറ്റി കാര്യം എൻ്റെ കാര്യം എനിക്ക് നിൽക്കാൻ സമയത്ത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നല്ല കാര്യമാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കൈയടിച്ച് പാസ്സാകുന്നതല്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ല. കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞുള്ളത്. കമ്മിറ്റിയിൽ ഇരിക്കുന്നതുകൊണ്ട് വായ്പ പിടിക്കേറ്റ് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും.
താമസിക്കുന്ന സ്ഥലം അത് കത്തിച്ച് കളഞ്ഞാണെങ്കിൽ പൊതുയോഗത്തിൽ വിളിച്ച് ആദരിക്കേണ്ടതാണ്. നന്ദി ശേഖർ വക്കീൽ പറയും. ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.